ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലരുടെയെങ്കിലും ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത് ഒഴികഴിവുകളിലാണ്. ഈ ഒഴികഴിവെന്ന വാക്ക് ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കാറ്, എക്സ്ക്യൂസ്. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ കാരണം, ന്യായീകരണം. നമുക്ക് പരാജയം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഈ എക്സ്ക്യൂസസ് നമ്മൾ പ്രയോജനപ്പെടുത്തും. അത് പലപ്പോഴും ഒരു സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് എക്സ്ക്യൂസ്. നമ്മളൊരു കാര്യം ചെയ്തില്ല, അതിന് എക്സ്ക്യൂസ് പറഞ്ഞതുകൊണ്ട് മറ്റേയാളുടെ വിഷമം ഇല്ലാതാകുമോ? നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബ്ലോക്ക് ചെയ്യുന്ന, നമ്മുടെ സന്തോഷം ഒരുപാട് ഇല്ലാതാക്കുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട് കേട്ടോ. സാധാരണ ആളുകൾ പലപ്പോഴും പറയാറുള്ളതാണ്, എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതെൻ്റെ ജീവിതത്തിലൊരു സ്വപ്നമായിരുന്നു, പക്ഷേ ആരും കൂട്ടിനുണ്ടായിരുന്നില്ല. ചില സ്ഥലത്തേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടാവും, കൂട്ടില്ലെങ്കിൽ നമ്മളത് വേണ്ടാന്ന് വെക്കും. നമ്മുടെ ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് തനിയെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോഴും കൂട്ടില്ലാത്തത് നമുക്ക് പ്രശ്നമായിട്ട് മാറും. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ തനിയെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയം ഉണ്ടാവും. കാരണം വളരെ ചെറുപ്പത്തിലെ നമ്മുടെ ഒരു കണ്ടീഷനിങ് അങ്ങനെയാണ്. നമ്മൾ ജനിച്ച് വളർന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ ഒരു സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് സഹായവും ചെയ്യും. അങ്ങനെ സഹായം സ്വീകരിച്ച് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ചിലർക്കെങ്കിലും അത് നല്ല കംഫർട്ട് സോണായിട്ട് മാറും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു തരിക എന്നുള്ളതൊരു സുഖമുള്ള പരിപാടിയല്ലേ. അതിൽ നിന്ന് മാറാൻ അവർ ശ്രമിക്കുകയില്ല. പിന്നെ അവർ ശ്രമിച്ചാൽ തന്നെ തനിയെ കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ മുതിർന്നവർ അനുവദിക്കുകയില്ല. മുതിർന്നവരുടെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമായി. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കുട്ടികളെ തനിയെ കാര്യങ്ങൾ ചെയ്യിക്കാൻ വിമുഖത കാണിക്കാറുണ്ട്. അതുകൊണ്ടാവാം നമ്മൾ വളർന്ന് വലുതാവുമ്പോഴും തനിയെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊരു ബ്ലോക്കായിട്ട് മാറുന്നു. പല അവസരങ്ങളിലും നമുക്ക് തനിയെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ തനിയെ ചെയ്യുന്നതാണല്ലേ. പഠനമായാലും എഴുത്തായാലും വായനയായാലും ഇതെല്ലാം നമ്മൾ തനിയെ ചെയ്യേണ്ടതാണ്. ചിലർക്കാണെങ്കിൽ എപ്പോഴും ഒരു കൂട്ട് വേണം. അതുകൊണ്ട് തന്നെ തനിയെ ചെയ്യേണ്ട പല കാര്യങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു നിൽക്കാറുണ്ട്. ഈ സ്റ്റേജ് ഫിയറിൻ്റെ അടിസ്ഥാനം തന്നെ തനിയെ കാര്യം ചെയ്യാനുള്ള ഭയമാണ്. നമ്മളൊരു ഹാളിൽ ഒരു പരിപാടിക്ക് സദസ്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് പേടിയില്ല. സദസ്സിൽ നിന്ന് ഒറ്റപ്പെട്ട് നമ്മൾ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സ്റ്റേജിൽ നമ്മൾ തനിയെയാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഭയം ഉണ്ടാക്കുന്നു. തനിയെ യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട്, ഒരു പേടി. അതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള അവസരങ്ങളും അവർക്ക് ഇല്ലാതാവും. ചില കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാകുമോ എന്നുള്ള ചിന്ത നമ്മളിൽ ഭയം ഉണ്ടാക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഭയമുള്ളവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഈ ആളുകൾ സ്ഥാനമാനങ്ങൾ വഹിക്കുമ്പോഴും ഈ പ്രശ്നം വരാറുണ്ട്. അവരൊറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പേടിയുള്ളവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴും പരസഹായം വേണം എന്നുള്ളവരാണെങ്കിൽ താഴെയുള്ളവർ അവരെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവരുടെ സഹായം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ അനാവശ്യമായിട്ട് ആശ്രയിക്കാനും അവരുടെ പല തെറ്റുകളും കണ്ടില്ലെന്ന് നടിക്കാനും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ നിർബന്ധിതരാകാറുണ്ട്. ഈ ലോകത്ത് മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നവർ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഭയമില്ലാത്തവരായിരിക്കും. ഭയമുള്ളവരിങ്ങനെ നോക്കി നിൽക്കൂലേ, ആരെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടോ? അങ്ങനെ ആളുകളെ കണ്ടെത്തി അത് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും മറ്റുള്ളവർ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കും. തനിയെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയമുണ്ടല്ലോ, അതെങ്ങനെ അതിജീവിക്കാം, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഓരോരുത്തരും വളരെ വ്യത്യസ്തരാണ്. അപ്പോൾ ഞാൻ തനിച്ച് ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് താല്പര്യമുള്ളതാണോ, അതെനിക്ക് സന്തോഷം തരുന്നതാണോ, അതെനിക്ക് നന്നായിട്ട് ചെയ്യാനുള്ള അത്യാവശ്യം സ്കിൽസ് ഉണ്ടോ, അതുകൊണ്ട് എന്ത് റിസൾട്ടാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, അത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നതാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഷോർട്ടാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഉത്തരം കിട്ടണം. അല്ലെങ്കിൽ ആ പോസിറ്റീവ് ഉത്തരത്തിലേക്ക് വരാനുള്ള ഒരു ബേസ് നമ്മൾ റെഡിയാക്കണം. അപ്പോൾ അവനവനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കണം. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരങ്ങനെ ചെയ്തു അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്തേക്കാം. ഇത് നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നിലപാടാണ്. ഒരാളൊരു കാര്യം ചെയ്തു സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോഴും അയാൾ എങ്ങനെ സക്സസ്ഫുള്ളായി എന്നതിനെക്കുറിച്ച് നമ്മുടേതായിട്ടുള്ളൊരു അനാലിസിസ് നടത്തുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എഫർമേഷൻസ്, അതായത് നമ്മുടെ മനസ്സിലുള്ള ശക്തമായിട്ടുള്ളൊരു ചിന്ത തനിയെ കാര്യങ്ങൾ ചെയ്യാൻ
നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. അതിനുപറ്റി ഒരു പോസിറ്റീവ് അഫർമേഷൻ പറയട്ടെ. എൻ്റെ കാര്യങ്ങൾ തനിയെ ചെയ്യാൻ ഞാൻ പ്രാപ്തനാണ്, പ്രാപ്തയാണ് എന്നുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് വരട്ടെ. മനഃശാസ്ത്രപരമായ സമീപനം ഇക്കാര്യത്തിൽ നമുക്കാകാം. മൂന്നാമത്തെ കാര്യം, തനിയെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ശീലം. തനിയെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ പേടി അതിജീവിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗമാണ് തനിയെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ചിലരെ കണ്ടിട്ടില്ല, ഒരു 10 പേരോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടേ ഏത് കാര്യത്തിനും തീരുമാനം എടുക്കാൻ പറ്റൂ. സ്വന്തമായ തീരുമാനം ഒരു വ്യക്തിയെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. സ്വന്തമായിട്ടുള്ള തീരുമാനം ശരിയായിട്ടുള്ളൊരു തീരുമാനമാകാൻ വേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് ശരിയായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കും. ഈ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സോഴ്സിൽ നിന്നും കണ്ടെത്താൻ പറ്റും. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് തനിയെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ തനിയെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് പ്രോസസ്സ് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. അതൊക്കെയാണ് തനിയെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഇവിടെ പറ്റുന്നത് എന്താണെന്നോ, പലപ്പോഴും തീരുമാനം എടുത്തിട്ട് കുറേ പേരെ കൊണ്ട് അത് വാലിഡേറ്റ് ചെയ്യിക്കാൻ നമ്മൾ ശ്രമിക്കും. ഓരോരുത്തരുടെ അടുത്ത് നിന്നും നമ്മൾ പറയും, ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളെന്ത് പറയുന്നു, അത് ശരിയല്ലേ? ഇതൊക്കെ വളരെ അപകടമാണ്. പലരും പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ട് നമ്മളെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആക്കും. നാലാമത്തെ കാര്യം, ഈ തനിയെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ തനിയെ ചെയ്യലല്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് നമുക്ക് സംശയങ്ങളുണ്ടാകാം. ചിലപ്പോൾ വേറെ ആളുകളുടെ സപ്പോർട്ട് വേണ്ടി വന്നേക്കാം. അത് ചോദിക്കാൻ മടിക്കരുത്. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ സഹായം ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ്. ഇനി അവർ സഹായിച്ചില്ലെങ്കിൽ വിഷമമായി പരിപാടി അതോടുകൂടി നിർത്തരുത്. വേറെ പലരും നമ്മളെ സഹായിക്കാനുണ്ടാവും. അതിനുള്ള വഴി എന്താണെന്ന് നോക്കുക. ഈ സഹായം ചോദിക്കാനുള്ള ആ ഒരു ബ്ലോക്ക് ഇല്ലാതായാൽ തന്നെ ജീവിതം വളരെ സിമ്പിളാവും. സഹായം ചോദിക്കാൻ മടിക്കരുത്. തനിയെ കാര്യങ്ങൾ ചെയ്യുന്നവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് എളുപ്പമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. എൻ്റെ അടുത്ത് ചിലർ ഒരു സഹായം ചോദിച്ചു വരാറുണ്ട്, ഒരു പ്രസംഗം എഴുതി തരുമോ? അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ തനിയെ ഒരു പ്രസംഗം എഴുതൂ, എന്നിട്ട് അതിൻ്റെ പോരായ്മകൾ വല്ലതുണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു തരാം. പ്രസംഗം മുഴുവനായിട്ട് എഴുതുക എന്നുള്ള ആ ഒരു സഹായം ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല. ഒരു കറക്ഷൻ കൊടുക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, തനിയെ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. അനുവാദം ചോദിക്കലില്ലേ, ഇതെപ്പോഴും വലിയ പ്രശ്നം ഉണ്ടാക്കും. ചില കാര്യങ്ങൾക്ക് മറ്റുള്ളവർ അനുവാദം തരില്ല, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെന്താ ചെയ്യുന്ന, അവർ ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പിന്നെ അവർക്കത് സമ്മതിക്കുകയേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ജീവിതത്തോട് പടപൊരുതിയ ചിലരെങ്കിലും എനിക്കറിയാം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് വീട്ടിലെ ഭർത്താവിൻ്റെ മർദ്ദനമൊക്കെ സഹിച്ച് ജീവിച്ച ഒരു സ്ത്രീ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പം നമുക്കറിയാമല്ലോ, വിദേശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിടുമോ? പക്ഷേ അതിനുള്ള വഴികൾ ആരും അറിയാതെ ചെയ്തു. ജോലി കണ്ടുപിടിച്ചു, ടിക്കറ്റ് എടുത്തു, അതിനുള്ള പണം സ്വയം ഉണ്ടാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു. പോകുന്നതിന് തൊട്ട് മുമ്പാണ് ബാക്കിയുള്ളവർ വിവരം അറിയിച്ചത്. പക്ഷേ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ വീട്ടു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ആവശ്യത്തിന് ശമ്പളം കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു ജോലിക്ക് പോകാതെ നിവൃത്തിയില്ല എന്ന് വന്നു. അപ്പോൾ അവർ തനിയെ തീരുമാനമെടുത്ത് ആരോടും പറയാതെ ചില സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി. വീട്ടുകാരൊക്കെ ഹാപ്പിയായി. അങ്ങനെ ഹാപ്പി ആയപ്പോഴാണ് അവരെന്ത് ജോലിക്കാണ് പോകുന്നതെന്ന് വീട്ടുകാരെ അറിയിച്ചത്. ശരിക്കും ഇതിനൊക്കെയാണല്ലേ ശാക്തീകരണം എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞ രണ്ടുപേരും ഇന്ന് നല്ല സാമ്പത്തിക സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. ആർക്കും അവരോട് വിരോധമില്ല എന്ന് മാത്രമല്ല, അവരെ എല്ലാവരും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, മാതൃകകളായിട്ട് കാണുന്നു. ആറാമത്തെ കാര്യം, തനിയെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ശീലമാക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ തനിയെ ചെയ്യുക. തനിയെ കടയിൽ പോവുക, തനിയെ ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം കഴിക്കുക, എവിടെയെങ്കിലുമൊക്കെ വെറുതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. ഈ ഡ്രൈവിംഗ് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഇത്രയധികം സഹായിക്കുന്ന ഒരു സ്കില്ലില്ല. ആ വണ്ടി ഓടിക്കാൻ നമുക്കൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നമ്മളത് പ്രയോജനപ്പെടുത്താൻ നോക്കും. അതുമായിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. സാമ്പത്തിക സ്വാതന്ത്ര്യവും തനിയെ കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയൊരു ബേസാണ്.
ഏഴാമത്തെ കാര്യം, തനിയെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 തടവറകളിൽ നിന്ന് നമ്മൾ മോചിതരാകണം. മറ്റുള്ളവരെന്ത് കരുതും, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തോറ്റുപോകുമോ എന്നുള്ളൊരു ചിന്ത. ഇത് രണ്ടുമാണ് സത്യത്തിൽ നമ്മെ ഒരുപാട് ബ്ലോക്ക് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റുപാടും നോക്കുമല്ലേ, ആരെങ്കിലും ഇത് ചെയ്യുന്നവരുണ്ടോ, ആരെങ്കിലും ചെയ്യുന്നവരില്ലെങ്കിൽ ഞാൻ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരെന്ത് കരുതും. ഈ ചിന്ത നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഞാൻ മാത്രം ചെയ്യുമ്പോൾ എന്നെപ്പറ്റി മറ്റുള്ളവരെന്തായിരിക്കും കരുതുന്നത്. ഈ ചിന്തയില്ലാത്ത ആളുകൾ വളരെ സ്വതന്ത്രരാണ്. തോൽവിയെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ വല്ലാതെ ബ്ലോക്ക് ചെയ്യുന്ന ഒന്നാണ്. കൂട്ട് വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഞാൻ കുറേ പേരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വം ഇല്ല. അഥവാ ഞാൻ തോറ്റുപോയാലും എല്ലാവരുടെയും കൂടെയല്ല തോറ്റുപോകുന്നത്. ഇനി വേണമെങ്കിൽ തോൽവിയുടെ ഉത്തരവാദിത്വം വേറൊരാളുടെ തലയിലേക്ക് വെക്കുകയും ചെയ്യാം. എന്തൊരു സൗകര്യമാണല്ലേ. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇതിനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഈ 2 തടവറകളിൽ നിന്ന് നമ്മൾ മോചിതരാകണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പറയുന്നത് സ്കൈ ഈസ് ദ ലിമിറ്റ്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഭയം നമ്മൾ അതിജീവിക്കണം. ഈ ഒരു ഭയം ഉള്ളത് കൊണ്ട് മാത്രമാണ് പലർക്കും പല കാര്യങ്ങളും നേടാൻ പറ്റാത്തത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കാൻ തീരുമാനിക്കുക. തീരുമാനത്തോടൊപ്പം ടേക്ക് ആക്ഷൻ. ആ ആക്ഷനിലേക്ക് കടക്കാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ലെറ്റ് us ഗ്രോ ടുഗെദർ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.